അവൻ വരുന്ന നാളിൽ എന്റെ കാലം പിടിച്ചു തന്റെ മാർവോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആട്ടുഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആട്ടുഘോഷിക്കും സന്തോഷത്താൽ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമായി. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമായി. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. കൺകൾ നമുക്കായിരിക്കാം. എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. അല്പനിമിഷം ധ്യാനിപ്പാൻ ഈ പ്രഭാതത്തിൽ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ സ്തോത്രം 22-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യം. ലൂക്കോസിന് സുവിശേഷം ആമേൻ 22-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യം. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. നമുക്കറിയാം ഈ ഭാഗം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ്. ആമേൻ സ്തോത്രം. യേശുവിനെ ഒറ്റുകൊടുക്കുവാൻ യൂദയ ദൈവം ആമേൻ പിശാച് എന്ത് ചെയ്തു? ഉപയോഗിച്ചത് നമുക്കവിടെ 1-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. എന്നാൽ 7-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ പെസക ഭക്ഷണം, കർത്താവിൻ്റെ അത്താഴം, ഇതൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ 24-ാമത്തെ വാക്യം മുതൽ 39-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരിൽ തർക്കം ഉണ്ടായത് നമുക്കവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ 39-ാമത്തെ വാക്യം മുതൽ 47-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ഗെദസമനയിലെ തോട്ടത്തെക്കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ ഗെദസമനയിലെ തോട്ടം 47-54-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ തോട്ടത്തിൽ വെച്ച് യേശുവിനെ പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ 54-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ പത്രോസിൻ്റെ വീഴ്ച, ന്യായാധിപതി സംഘം ആമേൻ അവിടെ വച്ച് കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ഭാഗത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഒന്ന് ഗെദസമനയിലെ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുന്നത്. ആമേൻ. ഈ 43-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഗെദസമനയിലെ ഒരു പോരാട്ടം
അല്ലെങ്കിൽ എന്താ പോരാട്ടം? കർത്താവ് അവിടെ വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ കർത്താവിൻ്റെ ആശ്രയത്തോടും അവിടെ ഇരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവിടെ കർത്താവിനെ ഒറ്റുകൊടുക്കാൻ ഏറ്റവും കൂടുതൽ കർത്താവിന് വിഷമമെന്ന് പറയുന്നത് തൻ്റെ കൂടെ ഇരുന്ന് തിരുമേശ എടുക്കുകയും തൻ്റെ കാൽ കർത്താവ് കഴുകുകയും ചെയ്ത കൂടെ ഇരുന്ന വ്യക്തിയാണ് യേശുവിനെ ഒറ്റുകൊടുക്കുന്നത്. ഇന്നും അങ്ങനെയല്ലേ? നമ്മുടെ കൂടെ ചേർന്ന് ഭക്ഷണം കഴിക്കുന്നവർ, യെസ്, നമ്മുടെ കൂടെ നടക്കുന്നവർ, ശരിയല്ലേ? നമ്മുടെ കൂടെ ശുശ്രൂഷയിൽ സഹായിക്കുന്നവർ, ശരിയല്ലേ? നമുക്ക് ഏറ്റവും വലിയ ശത്രുവായി തീരും. ഉറപ്പായിട്ടും ദൈവ പൈതലെ കുറിച്ച് വെച്ചോ. നിന്നെ കാണുന്നത് തന്നെ അവർക്ക് വെറുപ്പായിരിക്കും. ആമേൻ. ഇവിടെ യേശുവിനോട് കാണിച്ചത് അങ്ങനെയല്ലേ? കർത്താവ് ഏറ്റവും കൂടുതൽ വേദനിച്ചത്, ആമേൻ, അവർ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ടോ പിടിക്കുന്നത് കൊണ്ടോ അല്ല. ഞാൻ മനസ്സിലാക്കുന്നു, ആമേൻ, താൻ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുത്രൻ 12 മണിക്കൂർ പ്രാർത്ഥിച്ച് 12 ശിഷ്യന്മാരെ കർത്താവ് കൊടുക്കുമ്പോൾ അതിൽ ഒരുത്തനായിരിക്കുന്ന ഇസ്കറിയത്ത് യൂദ യേശുവിനെ ഒറ്റുകൊടുക്കുകയാണ്. സ്തോത്രം. ആമേൻ. 30 വെള്ളിക്കാശിന് യേശുവിന് എന്ത് ചെയ്യുന്നു? ഒറ്റുകൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ഒറ്റുകൊടുക്കുക. എന്നാ നോക്കൂ, ഈ ഒറ്റുകൊടുക്കുന്ന സമയത്ത് തന്നെ, പ്രൈസ് ദി ലോർഡ്, കർത്താവിനിത് മനസ്സിലായി, എന്നെ കുറച്ച് കഴിയുമ്പോൾ അറസ്റ്റ് ചെയ്യും, ഇവരെല്ലാം എന്നെ മാറ്റി നിർത്തും എന്നൊക്കെ ചൊല്ലി കർത്താവ് എന്ത് ചെയ്തു? ഗെത്സമന തോട്ടത്തിൽ ഈ ഒരു പ്രാവശ്യം വരുന്നതല്ല, പല പ്രാവശ്യവും കർത്താവ് ഗെത്സമനയിൽ വരാറുണ്ട് പ്രാർത്ഥനയ്ക്കായി. ശിഷ്യന്മാരെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് കർത്താവ് അവിടെ നിന്ന് വേർപെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രാർത്ഥനയിൽ എന്ത് വേണം? വേർപെട്ടിരിക്കണം ചില സമയങ്ങളിൽ. ആമേൻ. മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും ഒരുമിച്ച് പ്രാർത്ഥിച്ച ശേഷം മാറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഇതുപോലെ യേശു, ആമേൻ, മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്താണ്, ആമേൻ, ദൂതനെ സ്വർഗത്തിൽ നിന്ന് ദൈവം അവിടെ അയക്കുന്നത്. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ എന്ത് ചെയ്തു? കർത്താവിനെ, ആമേൻ, ഒന്ന് താങ്ങാൻ അവിടെ ദൂതനെ അയക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിശർപ്പ് നിലത്ത് വീണ് വലിയ ചോരത്തുള്ളി പോലെയായി. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ വിശർപ്പ് തുള്ളി രാത്രിയാണ്. ആമേൻ. ആ പ്രാർത്ഥനാ സ്ഥലത്ത് നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ്. ശ്രദ്ധിക്കണം, വിശർക്കാനുള്ള ഒരു ചാൻസും അവിടെ ഇല്ല. ഗെത്സമന എന്ന് പറയുമ്പോൾ വളരെ, ആമേൻ, നല്ല ക്ലൈമറ്റാണ്, നല്ല ശാന്തമായ നല്ല സ്ഥലമാണ്. അവിടെ ഒരിക്കലും വിശർക്കാനുള്ള കാര്യം അവിടെ വരുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? വിശർപ്പ് നിലത്ത് വീണു, വലിയ ചോരത്തുള്ളി പോലെ ആയി. അല്ലേ? കർത്താവിൻ്റെ വിശർപ്പ്, കർത്താവിൻ്റെ കണ്ണുനീര്. ഇന്ന് പകലിൽ കർത്താവ് നിനക്കു വേണ്ടി കരഞ്ഞ, നിനക്കു വേണ്ടി കർത്താവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ നീ അറിഞ്ഞില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും, ദൈവ പൈതലേ, ഞാൻ ദൈവത്തിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന്. അത് ദൈവം എണ്ണി നിന്നോട് ചോദിക്കും. സ്തോത്രം. ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലേ? അതിനു വേണ്ടിയുള്ളതാ ഈ പ്രതിഫലം. നീ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ചെയ്തില്ലേ എനിക്ക് വേണ്ടി? അതിനാ ഈ പ്രതിഫലം. നീ ഇന്ന വീട്ടിൽ പോയി എൻ്റെ നാമത്തെ ഉയർത്തിയില്ലേ? അതിനു വേണ്ടിയാ ഈ പ്രതിഫലം. ഈ പ്രതിഫലം തരുമ്പോഴേ
എല്ലാം കർത്താവ് പറഞ്ഞു തരും. നീ എനിക്ക് വേണ്ടി ചെയ്ത ജോലി, കർത്താവിന് ദാസിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത ജോലിക്കുള്ള കൂലിയായത്, പ്രതിഫലം. ഇന്ന ഇന്ന സ്ഥലത്ത് ജില്ലകളിൽ നിങ്ങൾ പോയി നിന്ന് ആമേൻ എൻ്റെ സുവിശേഷം വിളിച്ചു പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം അത് ചെറുതൊന്നുമല്ല കേട്ടോ. ആമേൻ, വലിയ പ്രതിഫലമാ. ആമേൻ, സ്തോത്രം. എന്നാൽ ഇന്ന് ഈ പ്രഭാതവേളയിൽ പ്രൈസ് ദി ലോർഡ് വളരെ പ്രാർത്ഥനയിലും വളരെ ആരാധനയിലും ദൈവജനമായിരിക്കണം. ആമേൻ. ദൈവം നമ്മെ ഒന്ന് ഏൽപ്പിക്കുന്നത് നിസ്സാരമല്ല, നിസ്സാര കാര്യമല്ല. നിസ്സാരമായി നമ്മളത് എടുക്കരുത്. കർത്താവ് നമ്മെ ഒന്ന് ഏൽപ്പിക്കുന്നത് നിസ്സാരമായിട്ടല്ല, അതിശക്തമായ ദൈവത്തിൻ്റെ ദൈവം നമ്മെ ഒന്ന് ഏൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ വലിയ നിയോഗത്തിലാണ് ദൈവം ഒന്ന് ഏൽപ്പിക്കുന്നത്. അത് നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ വലിയ ദൈവപ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുത്തും. കർത്താവ് വിശ്വസ്തന. എക്കാലത്തും ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിന്നവരെ ഒന്നും ദൈവം ആമേൻ അങ്ങനെ കാണാത്തതുപോലെ പോകുന്ന കർത്താവല്ല. പ്രതിഫലം ആമേൻ തരുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് പകൽ നോക്കിക്കേ, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ ആമേൻ അവനെ പ്രത്യക്ഷനായി. പലപ്പോഴും നമ്മെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഈ ഭൂമിയിൽ ആരും കാണത്തില്ല. നമ്മെക്കുറിച്ച് 10,000 കുറ്റങ്ങൾ പറയാൻ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് ആമേൻ സ്തോത്രം നമ്മോട് ഒന്ന് ദൈവത്തിൻ്റെ ശബ്ദമറിയിക്കാൻ, ആമേൻ അല്ല കുഞ്ഞെ കരയണ്ട, ആമേൻ നീ വിഷമിക്കണ്ട എന്ന് പറയാൻ, നല്ലൊരു വാക്ക് പറയാൻ പലപ്പോഴും ആരുമില്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ ആമേൻ പുത്രൻ്റെ അടുത്തേക്ക് ഇറങ്ങി നിൽക്കുകയാ. ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കരഞ്ഞ കണ്ണുകളുമായി, തകർന്ന ഹൃദയവുമായി, വിശർപ്പ് തുള്ളികൾ ചോരത്തുള്ളികൾ പോലെ ഗതസമനയിൽ സാക്ഷ്യം ഇന്നും പറയുമ്പോൾ, ദൈവകുഞ്ഞെ നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന റൂമുകൾ നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ആമേൻ. നീ ആയിരിക്കുന്ന ഇടങ്ങൾ നിന്നെക്കുറിച്ച് ആമേൻ സാക്ഷ്യം പറയുന്ന തലം വെളിപ്പെട്ടു വരും. ഇപ്പോൾ നിന്നെ പരിഹസിക്കുന്നവർക്ക് ആമേൻ അന്ന് നീ വാങ്ങുന്ന പ്രതിഫലം കണ്ട് ആമേൻ ലജ്ജാതരമായി നിൽക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിക്കുന്നവനാ, നീ ആരാധിക്കുന്നവനാ. സ്തോത്രം. ഇന്ന് പകലിൽ കണ്ടോ, കർത്താവിനെ സഹായിപ്പാൻ ദൂതനെ ദൈവം ഇറക്കിയതുപോലെ എന്നെ നിങ്ങൾ എത്രയോ പ്രാവശ്യം ദൈവം സഹായിച്ചു അല്ലേ? നമ്മളൊന്നും ആ തലത്തിലേക്കൊന്നും പോകുന്നില്ലെന്നേ ഉള്ളൂ. ദൈവം പോലും നന്ദി കേട്ടോ. ദൈവം എത്രയോ പ്രാവശ്യം നമ്മെ സഹായിച്ചു, മരണത്തിൽ നിന്ന് വരെ. ഈ 11-ാമത്തെ മാസത്തിൽ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. എത്രയോ മരണകരമായ അപകടങ്ങൾ, എത്രയോ കിരാതമായ ഒറ്റപ്പെടുത്തലുകൾ, ഒന്ന് മരിച്ചെങ്കിൽ മതിയെന്ന് ചിന്തിച്ച നാളുകൾ, ഹല്ലേലൂയ, തകർന്നു പോയി എന്ന് പറഞ്ഞ ചില നിമിഷങ്ങൾ, നമ്മെ ചേർത്ത് പിടിക്കേണ്ടവർ നമ്മെ ഒറ്റപ്പെടുത്തിയ ദിവസങ്ങൾ, അതൊക്കെ നോക്കുമ്പോൾ നമ്മെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമില്ലേ ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ, ആമേൻ. ഈ ഭൂപരപ്പിൽ നീ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യാദികൾക്കും ആമേൻ ദൈവം അളന്ന് തിട്ടപ്പെടുത്തി ഇരട്ടിയായി പ്രതിഫലം തരുന്നൊരു സ്വർഗം നിന്റെ മുൻപിൽ ഇന്ന് പകൽക്കാലം ഉണ്ട്. ദൈവ പൈതലേ, ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും ധൈര്യത്തോടും എനിക്ക് പറയാൻ കഴിയും, എൻ്റെ കർത്താവ് ഈ 11-ാമത്തെ മാസത്തിൽ കൊണ്ടുവരാൻ ദൈവം കാണിച്ച വലിയ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാമോ? ഇവിടെ 43-ാമത്തെ വാക്യം പറയുന്നു, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ അവന് പ്രത്യക്ഷനായി. ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ പ്രഭാതം ജനത്തിന് അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ, നന്മകളായി തീരട്ടെ. അവരുടെ യാത്രകളിൽ കൂടെ ഇരിക്കണം. പിശാച് തുടരുത്. ദൂതന കർത്താവ് ഇറക്കണം.
അത്ഭുതം ചെയ്യണം. കരയുന്ന കണ്ണുകളെ ദൈവം തുടയ്ക്കണമേ. തകർന്ന ഹൃദയങ്ങളെ ദൈവം പണിയണമേ. ഇന്നു പകലിൽ അപ്പാ അങ്ങയുടെ പൊന്നുകരം കൂടെ ഇരിക്കട്ടെ കർത്താവേ. ജനത്തെ അടിയൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. അനുഗ്രഹമായിരിക്കട്ടെ, അനുഗ്രഹമായിരിക്കട്ടെ. നാളെ ഞങ്ങൾ കൂടി വരുവോളം ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.